RSS അധികാരത്തിലിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാവട്ടെ, അവരുടെ ആരാധനാ സംവിധാനങ്ങളാവട്ടെ, അവർ നടത്തുന്ന വിദ്യാലയങ്ങളാവട്ടെ, അനാഥ മന്ദിരങ്ങളാവട്ടെ, സ്ഥാപനങ്ങളാവട്ടെ, ഇവയൊക്കെ തന്നെ കടന്നാക്രമണത്തിന് വിധേയമാവുകയാണ്. അത് ക്രൈസ്തവ മതന്യൂനപക്ഷം മാത്രമല്ല, ബൗദ്ധ മതന്യൂനപക്ഷം, ജൈന മതന്യൂനപക്ഷം, ഇസ്ലാം മതന്യൂനപക്ഷം, ഇതെല്ലാം കടന്നാക്രമണത്തിന് ഇരയായി തീരുന്നു എന്നുള്ളത് 11 കൊല്ലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടന്നാക്രമണം നടത്തുന്നതിനിടയിൽ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം. അമിത്ഷാ തന്നെ കേരളത്തിൽ വന്ന് 5 കൊല്ലം മുമ്പ് ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധത്തിൽ അമിത്ഷായുടെ മുദ്രാവാക്യം ചുവപ്പ് ജിഹാദി ഭീകരത. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാം മതക്കാരുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാം മതത്തിനു വേണ്ടി മാത്രമാണ്. അങ്ങനെ ചുവപ്പ് രാഷ്ട്രീയക്കാരായ ഞങ്ങളും ജിഹാദി രാഷ്ട്രീയം പയറ്റുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയവും കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ കേരളത്തിനകത്ത് രാഷ്ട്രീയം ഉണ്ടാക്കുന്നതെന്നാണ് അമിത്ഷാ ദേശീയ തലത്തിൽ വന്നിവിടെ ജാഥ നടത്തിയതിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടോ കാസ എന്ന് പറയുന്നൊരു സംഘടന വളരെ ബോധപൂർവം കെട്ടിപ്പടുത്തു. അവര് പലതരത്തിലുള്ള ക്യാമ്പയിൻ നടത്തി, വിദ്വേഷജനകമായ ക്യാമ്പയിൻ. ആ വിദ്വേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് മുസ്ലിം വിരോധമായിരുന്നു. ക്രൈസ്തവർക്കിടയിൽ മുസ്ലിം വിരോധം ഉണ്ടാക്കുക. സാധാരണഗതിയിൽ ക്രൈസ്തവ സഭയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസ പരിസരങ്ങളിലും ഉള്ളവർ മനസ്സുകൊണ്ട് തന്നെ ഇത്തരം വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കേണ്ടവരാണ്. ആ വെറുപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് വെക്കേണ്ടവരല്ല. പക്ഷെ വളരെ ബോധപൂർവം മുസ്ലിമിനെ വെറുക്കുക. അങ്ങനെ മുസ്ലിമിനെതിരായി ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം വേണം. ഈ മുദ്രാവാക്യം ഒരു ഭാഗത്ത് കേരളത്തിൽ RSS വളരെ ബോധപൂർവ്വം ഉയർത്തി. അതിന്റെ കെണിയിൽ ആളുകൾ ധാരാളം വീണു. മുമ്പ് പലസ്തീനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലൊക്കെ തന്നെ പലസ്തീനിലെ മനുഷ്യരെ കൊല്ലരുത് എന്ന് പറയുന്നവരുടെ എണ്ണം വളരെയേറെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പലസ്തീനിലെ മനുഷ്യരെ കൊല്ലരുത് എന്ന് പറയുന്നവരുടെ എണ്ണം കുറയുകയും ഇസ്രയേൽ പക്ഷപാതികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ജൂതരാജ്യമാണ്. യേശുദേവന്റെ ജന്മയിടം, നസറായനായ യേശുദേവന്റെ ജന്മയിടം ജെറുസലേം. അവിടെ നല്ല നേരം നോക്കിയാണ് ഏതെങ്കിലും ക്രൈസ്തവ സഭ വിശ്വാസിക്ക് അവിടെ ആരാധന നടത്താൻ പറ്റുക. അവിടെ ഒരു ക്രൈസ്തവരുടെ പള്ളി കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടു. അവിടുത്തെ പുരോഹിതൻ ആക്രമിക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ പുളകം കൊള്ളുന്ന തരത്തിലേക്ക് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വളരെ ബോധപൂർവം RSSന്റെ പ്രവർത്തനം കടന്നു കയറി. അതുകൊണ്ട് ഇത് സഭാപിതാക്കന്മാർക്ക് മാത്രമോ ചില സഭാ കേന്ദ്രങ്ങൾക്ക് മാത്രമോ ഉണ്ടാകുന്ന പ്രശ്നമല്ല. വർഗീയവൽക്കരണം ക്രൈസ്തവ സമൂഹത്തിലും ശക്തമാണ്. ശരി, ഇതൊരു പൊതു നിലപാട് നിലയിൽ അങ്ങ് ആദ്യമായി പറയുന്നു. അല്ല, ഒരു പൊതു നിരീക്ഷണം എന്ന നിലയിൽ അങ്ങ് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. പക്ഷേ എനിക്ക് സ്പെസിഫിക്കായി ഈ വിഷയത്തിൽ തന്നെ നിൽക്കണം. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അപ്രസക്തമാണെന്നല്ല ഉദ്ദേശിച്ചത്. ശ്രീ K. അനിൽകുമാർ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിന് മുന്നോടിയായി ക്രിസ്ത്യൻ സഭയ്ക്കും വിശ്വാസികൾക്കും BJPയുടെ തനിനിറം മനസ്സിലായി. അതിനുള്ള സന്ദർഭമായിരുന്നു ഛത്തീസ്ഗഡ് അനുഭവം എന്നെല്ലാവരും കരുതിയിരിക്കെ അവർ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അങ്ങോട്ടേക്ക് പോവുക, അവർ കേക്ക് എന്ന പ്രതീകവുമായി ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടേക്ക് കേക്ക് കൊടുത്ത് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുക. അതാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. അരമനയിലല്ല നടന്നത്. അരമനയേക്കാൾ അവർ ഇപ്പോൾ പരിപാവനമായി കാണുന്ന മാരാർജി മന്ദിരത്തിലാണ്. അതെന്തുകൊണ്ട്? അതിന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, കേരളത്തിലെ എല്ലാ സഭകളും അത്തരമൊരു നിലപാട് എടുക്കുന്നവരോ അതിനോട് യോജിക്കുന്നവരോ അല്ല. സഭകൾക്കിടയിൽ വ്യത്യസ്തതകളുണ്ട്, പല ധാരകളുണ്ട്. അതിൽ ചില ആളുകൾ കൂടുതൽ ആക്രമിക്കപ്പെടുന്നുണ്ടാവും. ആക്രമിക്കപ്പെടുന്നതിന്റെ ഭാഗമായി കൂടുതൽ വിധേയപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്നവരുണ്ടാവും.